കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയിൽ, വിശേഷ ഈ വർഷത്തിൻ്റെ അവസാന ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടുവാൻ വലിയ ദൈവം നൽകി തന്ന പ്രത്യാശയ്ക്കും ദൈവകൃപയ്ക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യത്തിൽ ജീവൻ്റെ വചനമായി നിൽപ്പാനായിട്ട് എളിയവനാടിൻ്റെ ജീവിതത്തിൽ സർവശക്തനായ കർത്താവ് നൽകി തന്ന ഭാഗ്യ വഴികൾക്കും പദവികൾക്കും ദൈവകൃപയ്ക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരം ഇരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ സാജൻ പാസ്റ്റർക്കായി ദൈവസഭയ്ക്കായിട്ട് ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ആത്മാർത്ഥമായ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സങ്കീർത്തനം നമ്മൾ ശ്രവിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മളെ റിസ്റ്റോർ ചെയ്യുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് കേൾപ്പാനിടയായിത്തീർന്നു. എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. മറ്റൊന്നുകൊണ്ടല്ല, ഏദൻ തോട്ടത്തിൽ പ്രോസ്പിരിറ്റിയും കൊണ്ട് വന്ന പിശാചിനെക്കുറിച്ച് വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അത് നന്നായിട്ടൊരു വലിയൊരു ചിന്തയായിത്തീർന്നു. കാരണം വെച്ചാൽ ഇൻസ്ട്രക്ഷൻ ആർക്കും വേണ്ട, ടീച്ചിങ് ആർക്കും വേണ്ട. ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ചർച്ചകൾ ലോകത്ത് മൊത്തം ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്നതല്ല അവിടെ, അത് വാസ്തവമാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചിൽ ഇത്ര പേരുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ കത്തോലിക്കെന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ പള്ളിയിൽ, ഞങ്ങൾ കൂടിയ പള്ളിയിൽ 1300 കുടുംബക്കാരുണ്ടായിരുന്നു. അത്ര വലിയ പുറന്ന പള്ളിയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോൾ 10-15 പേർ ഒരു ബന്ധുക്കോസ് കൂട്ടായ്മയല്ല പോയത്. ദൈവത്തിന് 10-15 പേർ അകപ്പാടിയുള്ളൂ. അപ്പോൾ 1300 കുടുംബം ഉള്ളിടത്ത് നിന്ന് ഇറങ്ങി 13-15 പേരുടെ കൂട്ടായ്മയിൽ പോയി ഇരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ പറ്റത്തില്ല, ദൈവത്തിൻ്റെ സ്നേഹമില്ലാതെ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്യുക, പ്രോസ്പിരിറ്റി അവോയ്ഡ് ചെയ്യുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പം നിൻ്റെ കണ്ണ് തുറക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് മഞ്ചിപ്പോവും. നല്ല ശക്തമത്ത ഒരാലോചന. നിങ്ങൾ എത്ര ഏറ്റെടുത്ത് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം ദൈവദാസൻ കൂടി ഇന്ന് പകൽ കർത്താവ് നൽകിയെന്ന് ഓർത്ത് ഞാൻ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഇപ്പം ഞാനൊരു ഗസ്റ്റ് അല്ലെന്ന് ദേവദാസൻ പറഞ്ഞാലും വല്ലപ്പോഴും വന്ന് പോകും ഗസ്റ്റാണ്. എങ്കിൽ തന്നെ പറയട്ടെ, ഗസ്റ്റ് പാസ്റ്റർമാരുടെ മെസ്സേജൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പറയും നല്ല പവർഫുൾ മെസ്സേജ്, ആ പാസ്റ്റർ നല്ല മെസ്സേജാണ്. കൺവെൻഷൻ പ്രസംഗർ, അത്യാവശ്യം ചില കൺവെൻഷനൊക്കെ ഞാനും പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ പാസ്റ്ററുടെ മെസ്സേജാ, കൺവെൻഷൻ മെസ്സേജോ ഭയങ്കരോ എന്ന് പറയാറുണ്ട് സാധാരണ വിശ്വാസികൾ. പക്ഷെ അവർക്കറിയത്തില്ല, ഞാനൊരു 10-30 വർഷമായിട്ട് ഞാനൊരു ഇടയനാണ്, ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് പറഞ്ഞു, ഒരു പാസ്റ്ററുടെ ശുശ്രൂഷ പോലെ പ്രാധാന്യം ഞാൻ വേറെ ആർക്കും കാണുന്നില്ല. ഒരു കൺവെൻഷൻ പ്രസംഗനും കാണുന്നില്ല, ഒരു അപ്പോസ്തലനും കാണുന്നില്ല, ഒരു രോഗശാന്തി വരപ്രാപ്തിനും കാണുന്നില്ല. എന്താ കാര്യം നിങ്ങൾക്കറിയോ? ഇപ്പോൾ ഇന്ന് ഈ ദൈവദാസിനെ ചർച്ച ഇന്ന് പ്രസംഗിച്ചു. ഞാൻ ഇന്നങ്ങ് പോകും. ഇനി ഇവിടെ ചൊവ്വാഴ്ച പ്രാർത്ഥന ഉണ്ടല്ലോ, വെള്ളിയാഴ്ച പ്രാർത്ഥന ഉണ്ടല്ലോ, ശനിയാഴ്ച ഇദ്ദേഹം തന്നെ ഇവിടെ പ്രസംഗിക്കുന്നത്. ഓരോ സൺഡേയിലും ഓരോ ഇടതുപുസ്തകങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രസംഗിച്ച പ്രസംഗം എനിക്ക് ഇദ്ദേഹത്തിന് അടുത്ത ആഴ്ച പ്രസംഗിക്കാൻ പറ്റുമോ? ഇന്ന് വായിച്ച സങ്കീർത്തനം അടുത്ത സൺഡേയിൽ സങ്കീർത്തനോട് വായിക്കാൻ പറ്റുമോ? 2 സൺഡേ അടുപ്പിച്ച് അതേ സങ്കീർത്തനം വായിക്കും, അതേ മെസ്സേജ് ഉടനെ പറയും പാസ്റ്റർക്ക് എന്തോ പ്രയാസമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, പുള്ളിക്ക് മറവിയുടെ രോഗം വന്നിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച ഇത് തന്നെയാണ് പുള്ളി വായിച്ചത്, ഇത് തന്നെയാണ് പ്രസംഗിച്ചത്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് തന്നെയാണ്. എന്നാൽ കൺവെൻഷൻ പ്രസംഗന്മാർക്ക് വേദി മാറാം, പ്രൈസലോ, ഗസ്റ്റ് പാസ്റ്റർമാർക്ക് വേദി മാറാം. ഇവിടെ പ്രസംഗിച്ച് ഇതേ മെസ്സേജ് തന്നെ വേറെടുത്തും പ്രസംഗിക്കാം. കയ്യിലുള്ളത് ഏറ്റവും ശക്തിമത്തായ ഒരു 4-5 മെസ്സേജ് ഉണ്ടെങ്കിൽ, 10 മെസ്സേജ് ഉണ്ടെങ്കിൽ ഗസ്റ്റ് പാസ്റ്ററുടെ കാര്യം ഓക്കെയാണ്, കൺവെൻഷൻ പ്രസംഗൻ്റെ കാര്യം ഓക്കെയാണ്. എന്നാൽ ഇടയ ശുശ്രൂഷ ദൈവദാസൻ്റെ കാര്യം അങ്ങനല്ല. ദൈവത്തിന് സ്തോത്രം. ജനത്തിൻ്റെ പൾസറിഞ്ഞ് കൂടിച്ചേരുന്ന ദൈവജനത്തെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആത്മാക്കളെയും വിവേചിച്ച് അന്നന്ന് വേണ്ടുന്ന ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥന ചോദിച്ചതുപോലെ തന്നെ കടന്നു വരുന്ന ജനത്തിന് സ്പർശിക്കുന്ന ദൂത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ കർത്താവേ എൻ്റെ നാവിൽ കൂടി പകരണമേ എന്ന പ്രാർത്ഥനാപൂർവ്വം ഒരുക്കി വരുന്ന ദൂതുമായി കടന്നു വരുന്ന നിങ്ങളുടെ ഇടയനെ ഓർത്ത് നിങ്ങൾ എത്ര സ്തുതിച്ചാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാർത്ഥിച്ചാലും മതിയാകത്തില്ല. പൗലോസ് പറയാറുണ്ട്, ഞാൻ നന്നായിട്ട് വചനം പറയുവാൻ, വചനത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടുവാൻ, ജനത്തോടുള്ള അരുളപ്പാടുകൾ കാലാസമയങ്ങളിൽ അറിയിക്കുവാൻ, ജനത്തെ മേയ്പ്പാൻ. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദൈവിക ശുശ്രൂഷ മറ്റൊന്നുമല്ല, അത് ഇടയ ശുശ്രൂഷ തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. തേജസ്സിൻ്റെ വാടാത്ത കിരീടം അപ്പോസ്തലന്മാർക്കുമില്ല, പ്രവാചകന്മാർക്കുമില്ല, സുവിശേഷകന്മാർക്കുമില്ല. അത് ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ ഇടയന്മാർക്ക് മാത്രം കൊടുക്കുന്ന ശുശ്രൂഷയാണ്. കാരണം ഇടയന്മാരുടെ കരങ്ങളിൽ എന്തുകൊണ്ട് പറയും? നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ മെസ്സേജും വടിയുടെ മെസ്സേജും ഒരുപോലെ
ഇടയൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് രണ്ടും സ്വീകരിച്ച് അതാത് സമയങ്ങളിൽ നൽകി തരുന്ന വചനങ്ങളെ ഏറ്റെടുക്കുന്ന ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നൽകി തന്ന ഇടയന്മാരെ ഓർത്ത്, ഇട ശുശ്രൂഷയിലായിരിക്കുന്നവരെ അവരൊരു കാര്യത്താലും ഞങ്ങൾ വേദനിപ്പിക്കാതെ, അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, അവർക്ക് വേണ്ടി കരയുവാൻ, അവർക്ക് വേണ്ടി അവരുടെ നാവിൽ കൂടി വചനത്തിൻ്റെ ദൂതുകൾ വിളംബര ചെയ്യുവാൻ, അവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുക, അവരുടെ ശുശ്രൂഷയിൽ ആത്മാക്കളെ കർത്താവ് കൊണ്ടെത്തരുവാൻ, അനേക പുതു കുടുംബങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസഭയെ കൊണ്ടെത്തിപ്പാൻ സഭയ്ക്കൊരു ദൗത്യമുണ്ട്, നിങ്ങളുടെ ഇടയനെ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് നിന്ന് കടന്നു പോകട്ടെ. ഇന്ന് പകൽ നിങ്ങളുടെ മധ്യത്തിൽ ഒരിക്കൽ കൂടി ദൈവവചനമായി നിൽപ്പാനായിട്ട് ഈ എൻ്റെ ജീവിതത്തിന്മേൽ കർത്താവ് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് ഒരു ചെറിയ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്ത് ദൈവത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ ഭേദഭാഗം ഒന്ന് വായിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യെശയ്യാ ചാപ്റ്റർ 7 വേഴ്സ് 7. മതി. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കുകയില്ല, സാധിക്കുകയുമില്ല. ഇപ്പം ഇങ്ങോട്ട് ഈ വചനം കേട്ടിട്ട് നിങ്ങൾ കരമൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് സ്തോത്രം പറയാൻ പറഞ്ഞ് നിങ്ങൾ എത്രയൊരു സ്തോത്രം പറയും? അത് നടക്കത്തില്ല പാസ്റ്ററെ. നമ്മൾ വന്ന കാലം തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് കേൾക്കാനായിട്ടാണ്, എന്തെങ്കിലുമൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് സൺഡേയിൽ റജോൻ പാസ്റ്ററെ വിശ്വസിച്ച് സാജൻ പാസ്റ്റർ സൺഡേയുടെ ലാസ്റ്റ് മെസ്സേജ് പറയാൻ ഒരു 30 മിനിറ്റ് തന്നിരിക്കുക. ആ സമയത്ത് ആ മനുഷ്യൻ നിന്ന് പറയുക, ഒന്നും നടക്കാനും പോകുന്നില്ല, ഒന്നും സാധിക്കാനും പോകുന്നില്ല. ഈ വർഷം മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും പല കാര്യം നടന്നിട്ടില്ല. ഇനി 2-3 ദിവസം ഞാൻ വാശിനേറ്റ് പറയിലെങ്കിൽ കയറി പുതുവർഷത്തേക്കെങ്കിലും ചില കാര്യങ്ങൾ നടക്കും, ചില കാര്യങ്ങൾ സാധിക്കും എന്നുള്ള ധൈര്യത്തോടും വളരെ ശുഭപ്രതീക്ഷയോടും പ്രത്യാശയോടെ നിങ്ങളിവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. അതിന് നടുവിലാണ് എന്തെങ്കിലുമൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് സാധിക്കുമെന്ന് പറയുന്ന ഒരാത്മാവിൻ്റെ ദൂത് കേൾക്കുവാൻ കൊതിയോടെ ആവലോടെ കടന്നു വന്നിരിക്കുന്ന ജനത്തിന് നടുവിൽ നിന്ന് എൻ്റെ പൊന്നു ദേവദാസ എന്താ ഈ പറയുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇത് സാത്താൻ പറഞ്ഞതല്ല, പാസ്റ്റർമാർ പറഞ്ഞതല്ല, വിശ്വാസക്കൂട്ടം പറഞ്ഞതല്ല. നമ്മൾ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കത്തില്ല, സാധിക്കത്തില്ല. അപ്പം നിങ്ങൾക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? എന്താ കാര്യം ഒന്ന് പിടികിട്ടില്ലെങ്കിലും സ്തോത്രം പറയാം അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ കാര്യം അറിയണമെങ്കിൽ ഇതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് താബേലിൻ്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു. 3 പേര്, അരാമ്, എബ്രൈം, രമല്യാവിൻ്റെ മകന് നിന്റെ നേരെ ദുരാലോചന ചെയ്തതുകൊണ്ട് അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കത്തില്ല, സാധിക്കത്തില്ല. ഇന്ന് പകൽ പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ആലോചന ഏറ്റെടുപ്പാൻ ദൈവസഭയോടും ദൈവജനത്തോടും കർത്താവ് ശക്തമായി ഇടപെട്ട് ദൂത് പറയുക. യഹൂദയ്ക്ക് നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് അതിൻ്റെ മതിൽ ഇടിച്ചു കളഞ്ഞ് 3 പേര് ഒരുമിച്ച് ദുരാലോചന ചെയ്ത് ആ സ്ഥാനത്ത് നിന്ന് അവനെ മാറ്റി മറ്റൊരുത്തിനെ രാജാവായി വാഴിക്കണമെന്ന ഗൂഢ പദ്ധതികളുമായിട്ട് അണിയറയിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയുടെ വ്യാപാരത്തെ തിരിച്ചറിഞ്ഞ് സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായവൻ പറയുന്നു, അവൻ അരുളി ചെയ്യുന്നു, അത് നടക്കത്തില്ല, അത് സാധിക്കത്തില്ല. ഇന്ന് പകൽ നിറഞ്ഞ മനസ്സോടെ കരങ്ങളടിച്ച് പ്രാർത്ഥിച്ചു പറ, നിന്റെ നേരെ, യഹൂദയ്ക്ക് നേരെ, പ്രാർത്ഥിക്കുന്നവരുടെ നേരെ, ആരാധിക്കുന്നവരുടെ നേരെ, ഉപവസിക്കുന്നവരുടെ നേരെ, പെന്തക്കോസ്തുകാരുടെ നേരെ, ആത്മശക്തി ജീവിപ്പാൻ കൊതിക്കുന്നവരുടെ നേരെ അന്ധകാര ശക്തികൾ ഒരു മേഖലയിലല്ല 3 തലത്തിൽ ഒരുമിച്ച് പോരാടി ദുരാലോചന ചെയ്ത് നിന്നെ തകർത്ത്, നിന്നെ ഒതുക്കി, നിന്നെ നശിപ്പിച്ച് മറ്റൊരുത്തനെ ആ സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുവാനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്ന വ്യാപാര ശക്തികളെ ഇന്ന് പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ ദൂതുമായി കടന്നു വന്ന് ശക്തിയോടെ ദൈവസഭയോട് ആലോചന പറയുന്നു. ദുഷ്ടന്റെ പദ്ധതികളെ തകിടം മറിക്കുന്നവേ, ആലോചന വലിയവനായവേ, അത്ഭുത മന്ത്രിയായവേ, അഹിത്വപ്പലിന്റെ ആലോചന തിരുത്തി
കുറിക്കുന്ന ശക്തമത്ത ദൈവ സാന്നിധ്യം ഇന്ന് പകൽ പ്രാർത്ഥനാലയത്തിൽ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചവർ അവൻ സ്തുതിക്കുന്നതിന് നേരെ, ആരാധിക്കുന്നതിന് നേരെ, ദൈവസഭയ്ക്ക് നേരെ, വിശുദ്ധ ആരാധന കൂട്ടത്തിന് നടുവേ അവൻ ദുഷ്ടവ്യാപാര ശക്തികൾ, അവൻ ചില ഗൂഢപദ്ധതികൾ, ചില ദുരാലോചനയുടെ കെട്ടുകളെ കടന്നു വന്ന് നിന്നെ ഒതുക്കുക, നിന്നെ തകർക്കുക, നിന്നെ നശിപ്പിക്കുക, നിന്നെ വേരോടെ പിഴുത് പറിക്കുക വ്യാപരിക്കുന്ന പോരുകൾ, അതിന്റെ തന്ത്രങ്ങൾ, അതിന്റെ ശക്തികൾ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താജം, യേശുവിന്റെ രക്തത്താജയ. ഓ റിക മധുഡബല രഗചിയാരവ ദുഡബല രഗസി ദീവതാരബല ദുഡവതാരബ ചതുഡബല രഗചൈരാരവ. സ്വർഗ്ഗത്തിന്റെ ഭൂമിക്ക് നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം പെയ്തിറങ്ങട്ടെ. അരുളപ്പാടിന്റെ മേല് സ്വർഗ്ഗത്തിലെ തീ ഇറങ്ങട്ടെ. അഭിഷേക സാന്നിധ്യം വ്യാപരിക്കട്ടെ. ആത്മശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദുഷ്ടപിശാചേ, നിന്റെ പദ്ധതി നടക്കത്തില്ല. ദുഷ്ടപിശാചേ, നിന്റെ പ്ലാനുകൾ നടക്കത്തില്ല. നിന്റെ ഗൂഢപദ്ധതികൾ, നിന്റെ ദുരാലോചനകൾ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ച വിശ്വസിക്കുന്നവർ ആർപ്പുവിളിയോടെ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കട്ടെ. ആണ്ടിന്റെ ആരംഭം കാണിച്ച നിന്നെ അവസാനം കാണിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് ആയുസിന്റെ മറ്റത്തെ തകർത്ത് കളയുക. രോഗശക്തിയിട്ട് പോരാടിയപ്പോൾ, അന്ധകാര ശക്തികൾ ആത്മജീവിതത്തിനെതിരെ പോരാടി ആത്മീകത്തിന് തകർത്തുകളെ ശ്രമിച്ചപ്പോൾ, നിന്റെ സാമ്പത്തികത്തെ നോട്ടമിട്ടപ്പോൾ, നിന്റെ തലമുറയെ നോട്ടമിട്ടപ്പോൾ, ഇന്നയോട് കാൽവരി ക്രൂശിലെ പരമയാഗത്താൽ, നിത്യ നിയമത്തിന്റെ രക്തത്താൽ നിന്റെ മേലെ വിടുതലിന്റെ അഭിഷേക സാന്നിധ്യം പകർന്ന് ആമേ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ഏകിയാക്കി ഇന്ന് പകൽ ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ച ആത്മാവിലെ സത്യത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ കൂട്ടിക്കൊണ്ട് ദൈവജനമേ പ്രാർത്ഥിച്ചു പറ. ദുഷ്ടന്റെ പദ്ധതികൾ തകിടം മറിക്കുന്ന ഒരു ദൈവശക്തി. യേശുവിന്റെ രക്തത്താജം, യേശുവിന്റെ രക്തത്താജം, യേശുവിന്റെ രക്തത്താജയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താന്റെ പദ്ധതിയെ തകിടം മറിക്കുന്നവൻ, സാത്താന്റെ പദ്ധതിയെ പൊളിച്ചടുക്കുന്നവൻ ഇന്ന് പകൽ ആത്മസാന്നിധ്യത്തിൽ ആരാധിക്കുന്ന ദൈവജനത്തിന് നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. പരസ്യകോലമാക്കുവാൻ, തകർത്തു കളയുവാൻ, ഒരു പമ്പരം എന്ന വണ്ണം നിന്നെ വട്ടം കറക്കുവാൻ ദുഷ്ടപിശാച ആലോചനയുമായി കടന്നു വന്ന് ഒരു വ്യക്തിയല്ല പല വ്യക്തികൾ കൂട്ടം കൂടി ചേർന്ന് ദുരാലോചനയുടെ കെട്ടുകൾ, നീ ഉറങ്ങുമ്പോൾ ചിലരുടെ ഉറക്കങ്ങൾ നഷ്ടപ്പെട്ട് ഉറക്കമില്ലാത്ത രാത്രികളിൽ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞ് നിന്നെ ഒതുക്കുവാനും നിന്നെ ചിന്ന ഭിന്നമാക്കുവാനും നിന്നെ വല്ലാതെ വിഷമിപ്പിച്ച് നിന്റെ മതില് ഇടിച്ച് കളയത്തക്ക നിലയിൽ യേശുവിൻ്റെ രക്തത്താജയം, യേശുവിൻ്റെ രക്തത്താജയം യഹൂദയ്ക്ക് നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് അതിൻ്റെ മതില് ഇടിച്ച് കളയുന്ന ഒരു വ്യാപാര ശക്തി. ഓ രാമ രഹസ്യാരായ റീകെ ചൗദുബാല രഹസ്യക്കേന റീമാന ഹംദേ റീഉ ഡബൽ രഹസ്യക്കേ രാമ രഹ അദ്ദുനി ബല രഹസ്യ റീകെ അദ്ദുര രഹേ ലാംദരഗ ശക്കോരെ വിലരെ റീകാമന രഹസ്യാനെ റീഉ ശമംദല രഹസ്യാനവ റീകെ അദ്ദുലെ രഹ ചൗദബല രഹസ്യാനവ. ഇന്ന് പകൽ ദാനിയേലിന് വിരോധമായി നിന്ന ചില കൈയെഴുത്തുകൾ, കൈരേഖകൾ തിരുത്തി കുറിച്ചവന്റെ ആത്മശക്തി ഈ പ്രാർത്ഥനാലയത്തിൽ അഭിഷിക്തന് ദൈവസഭയ്ക്ക് കൂട്ടത്തിന് വിരോധമായി വ്യാപരിക്കുന്ന ചില കൈയെഴുത്തുകൾ, ചില കൈരേഖകൾ സ്വർഗത്തിന്റെ ഭൂമിക്ക് നാഥനായ തിരുത്തി കുറിക്കത്തക്ക നിലയിൽ ഒരു ആത്മശക്തിയുടെ വ്യാപാരം ഇതുപോലെ പ്രാർത്ഥനാലയത്തെ ദൈവസഭയിൽ ശക്തമായി വെളിപ്പെട്ട് വ്യാപരിക്കട്ടെ. ദൈവസഭ കർത്താവിന് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭ കാൽവരി ക്രൂശിലെ പരമയാഗത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധജന ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ. നിന്നെ വിഷമിപ്പിക്കുന്ന ശക്തികൾ, നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ശക്തികൾ, നിന്നെ നിരാശയിലേക്ക് അമ്മ തകർത്തുക ഉന്നം വെക്കുന്ന അമ്മ പൈശാചിക അമ്മ പോരുകൾ, അതിന് മേൽ ഇന്ന് പകൽ ജീവന്റെ രക്തം വ്യാപരിക്കട്ടെ. ജീവന്റെ അപ്പമായ യേശുവേ, ജീവന്റെ അപ്പമായ യേശുവേ, വചനത്തിന്റെ ശക്തി കൊണ്ട് ഹല്ലേലൂയ. സ്തുതിക്കുന്നവന്റെ നേരെ, യഹൂദ എന്ന പദം നമുക്കറിയാം. സ്തുതി, സ്തുതിക്കുന്നവന്റെ നേരെ, പ്രാർത്ഥിക്കുന്നവന് നേരെ, ആത്മാവിൽ ആരാധിക്കുന്നവരുടെ നേരെ തന്നെ പിശാചിന്റെ നോട്ടം. നിന്റെ സ്തുതിയെ ഒതുക്കുക, നിന്റെ ആരാധനയെ കെടുത്തുക, നിന്റെ പ്രാർത്ഥനയെ നിർവീര്യമാക്കുക, നിന്നെ വല്ലാതെ വിഷമിപ്പിക്കുക, നിന്റെ മതിലിടിച്ച് കളയുക. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ചില നാളുകളായി നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില പോരുകൾ, നീ പ്രതീക്ഷിക്കാത്ത പല മേഖലകളിൽ നിനക്കെതിരെ കടത്തിവിട്ട്
നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ മതിൽ തകർത്ത് കളയത്തക്ക നിലയിൽ, ആമേ കൂട്ടായ്മയുടെ മതിൽ ഇടിച്ചു കളയത്തക്ക നിലയിൽ, ആമേ പൈശാചിക മണ്ഡലങ്ങൾ ഒരു വ്യക്തിയല്ല 3 വ്യക്തിയെ അവിടെ ദൈവാത്മാവ് പറയുന്നു. ആ 3 പേര് കൂടി ആലോചന ചെയ്ത് നിന്റെ നേരെ വിരോധമായി നിന്ന്, ആമേ സ്തോത്രം, നിന്നെ ആ സ്ഥാനത്ത് നിന്ന് പോലും പറിച്ചു മാറ്റി മറ്റൊരുത്തനെ ആ സ്ഥാനത്ത് വാഴിക്കുവാൻ പോലും ശ്രമിക്കത്തക്ക നിലയിൽ, ആമേ സ്തോത്രം, ചില ഗൂഢാലോചനകളുടെ ആമേ പദ്ധതികൾ വെളിപ്പെട്ട് വരുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, അത് നടക്കുകയില്ല, അത് സാധിക്കുകയുമില്ല. ഇന്ന് പകൽ ആത്മനിറവോടെ കരങ്ങളടിച്ച് അത്ര പേർക്ക് സ്തോത്രം അറിയാൻ തരൂ. നിന്നെ തകർക്കുക, നിന്നെ ഒതുക്കുക, അവൻ നിന്നെ പരസ്യകോലമാക്കുക, നിന്നെ വിഷമിപ്പിക്കുന്ന, നിന്നെ മതിൽ ഉടച്ച് തകർത്തുകളെ ശ്രമിക്കുന്ന പൈശാചിക കെട്ടുകൾ യേശുവിന്റെ അധികമുള്ള നാമത്തിൽ പൊട്ടട്ടെ. ഓ രക്തത്താജ് രക്തത്താജ് രക്തത്താജ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടപ്പെടുന്നത് അവൻ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കുമെന്ന് വാക്ക് പറഞ്ഞ അവൻ നസറേയനാകുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മശക്തി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു പറ, ദുഷ്ട പിശാച്, നിന്റെ പദ്ധതി ഇന്ന് പകൽ വേരോടെ പിഴുത പറഞ്ഞു പോകുക, അത് നടക്കത്തില്ല, അത് സാധിക്കത്തില്ല. അവൻ അഹിത്വപ്പടിന്റെ ആലോചന തകർക്കുന്ന രാജാതി രാജാവ് ഇന്ന് പകൽ ശക്തിയോട് ഈ പ്രാർത്ഥനാലയത്തെ തന്നെ തേജസ് കൊണ്ട് പൊതിയുന്നുണ്ട്. ആലോചനയിൽ വലിയവനായൊരു ദൈവം, പ്രവൃത്തിയിൽ ഭയങ്കരനായൊരു ദൈവം, ആമേ ദുഷ്ടന്റെ ആശ നശിച്ചു പോകുമെന്ന ദൈവവചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ എത്ര പേർക്ക് സ്തോത്രം പറയാത്തരു, ദുഷ്ടപിശാചിന്റെ ആശ അവൻ നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും എന്ന ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവന്റെ കര ഇവിടെ ശക്തിയോടെ വ്യാപരിക്കുന്നതിനാൽ എൻ്റെ കർത്താവിൻ്റെ ആലോചനയ്ക്ക് വിരോധമായി ദൈവസഭയ്ക്ക്, ആമേ കുടുംബങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, ആത്മാവിലും ആമേ സത്യത്തിലും ആരാധിക്കുന്ന വിശുദ്ധ ജനത്തിന് വിരോധമായി വ്യാപരിക്കുന്ന സകല പോരുകളും, ആമേ അതിൻ്റെ ബന്ധനങ്ങളും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്വർഗം തന്നെ നിർമൂലമാക്കുമെന്ന്, നിർവീര്യമാക്കുമെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. യേശുവിന്റെ രക്തത്താജയം ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഈ സ്തുതിക്കുന്നതിന് നേരെ മാത്രമേ പോരാട്ടമുള്ളൂ. യഹൂദയ്ക്ക് നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ ജഡീകനായിട്ട് ജീവിക്കുന്നതിന് ഒരു പോരാട്ടമില്ല. നിങ്ങൾ ഏതെങ്കിലും സഭയിൽ പോയി നോക്കൂ, കൂടുതൽ പ്രാർത്ഥിക്കുന്നതിന്, കൂടുതൽ ഉപവസിക്കുന്നതിന് പിശാചിന് കൂടുതൽ നോട്ടമുള്ളൂ. ഒരു പൊത്തുവരുത്ത പരുവത്തിൽ പെന്തക്കോസ്ത് ജീവിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ശരിക്ക് കൈ ഇടിക്കാത്തനും, ശരിക്ക് സ്തോത്രം പറയാത്തനും, ശരിക്ക് ആരാധിക്കാത്തനും, ശരിക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പതിനും വരാത്തനൊന്നും ഒരു പ്രശ്നമില്ല. എന്നാൽ നന്നായിട്ട് ആരാധിക്കാൻ പ്രാർത്ഥിക്കുന്ന വിധത്തിൽ അവൻ്റെ വീട്ടിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ്. കാരണം അവനെ വിഷമിപ്പിക്കുക എന്നുള്ള പിശാചിൻ്റെ പദ്ധതി. ഞാനതിന് പണ്ട് ഞങ്ങൾ ചർച്ച വെച്ച് പറയാറുണ്ട്, ഈ എന്താ പറയുന്നത്, കാരാഗ്രഹത്തിൽ ജയിലിൽ കിടക്കുന്ന ഒരുത്തന് ചാടിപ്പോയി കഴിഞ്ഞാൽ സകല പോലീസും ഇവൻ്റെ പുറകെയാണ്, അവനെ പിടിച്ച് വീണ്ടും ആ കൂട്ടിക്കൊണ്ട് ഒതുക്കുന്ന പോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ധകാരത്തിൻ്റെ ശക്തി കിടന്നവരാണ്. അതിൽ നിന്ന് ചാടി പുറപ്പെട്ട് ജീവനുള്ള കർത്താവിനെ ആരാധിക്കുന്നത്. പിന്നെ ഈ പൈശാചിക ശക്തി മുഴുവൻ നമുക്കെതിരെയാണ്. കാരണം എങ്ങനെയെങ്കിലും വീണ്ടും ആ പഴയ കൂട്ടിക്കൊണ്ടെന്ന് അടയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ശീതവാനുമല്ല ഉഷ്ണമാനല്ലാതെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എന്നാൽ കർത്താവ് വായിൽ നിന്ന് ഉമിഴ്ന്ന് കളയുന്നൊരു കാലം വരും. ഇന്ന് പകൽ എത്ര വിഷമിപ്പിക്കുന്ന ശക്തികൾ എൻ്റെ ജീവിതത്തിനെതിരെ ആഞ്ഞു വീശിയാലും, എൻ്റെ തലമുറയ്ക്കെതിരെ ആഞ്ഞു വീശിയാലും, എൻ്റെ ശരീരത്തിൽ രോഗപീഠയിട്ട് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചാലോ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു പറയൂ, ദുഷ്ടപിശാചേ, എൻ്റെ വീണ്ടെടുപ്പുകാര്, ഇന്ന് പകൽ എൻ്റെ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാട്, യഹൂദ ഗോത്രത്തിലെ സിംഹമായവ എന്നോട് കൂടെ ഉള്ളിടത്തോളം ഞാൻ നിന്നെ ഭയപ്പെടത്തില്ല, ഞാൻ നിന്നെ പേടിക്കുകയില്ല. ഇന്ന് പകൽ ഒരു അന്ധകാര ശക്തിയെയോ ഞാൻ ഭയപ്പെടത്തില്ല. ഒരു മേഖലയിൽ ഒരു വ്യക്തിയല്ല, 3 വ്യക്തികളെ ദൈവാത്മാവ് കാണിക്കുന്നു. ഈ 3 വ്യക്തികൾ എൻ്റെ ജീവിതത്തിന് പോരാടി നിന്നാലോ അതിനുമേൽ ജയമെടുക്കുന്ന ഒരു ദൈവശക്തി എൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മൾ വളരെ വായിച്ച് പഠിച്ച ഒരു വേദഭാഗമാണ് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൽ 1-ാമത്തെ വേദഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യഹോശാഫാത്ത് എന്ന് പറഞ്ഞ യഹൂദ ജനത്തിൻ്റെ രാജാവായ ദൈവത്തിന് ഇവിടെ ആമേൻ യഹൂദയ്ക്ക് നേരെ ചെന്നെന്ന് വായിച്ചു. നമ്മൾ യെശയ്യാ 7:5 കണ്ടത് യഹൂദയ്ക്ക് നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ചെന്ന് കണ്ടതുപോലെ തന്നെ യഹൂദ ജനത്തിൻ്റെ രാജാവായി ആ കാലഘട്ടത്തിൽ സ്വർഗം തിരഞ്ഞെടുക്കപ്പെട്ട യഹോശാഫാത്തിന് നേരെയും ദൈവത്തിന് സ്തോത്രം 3 വിധ ശക്തികൾ അറ്റാക്കിന് വന്നു. യെശയ്യാപ്രവചന പുസ്തകം 7:5 5-ഉം 6-ഉം വായിച്ചപ്പോൾ നമ്മൾ 3 ശക്തിയെ കണ്ടു, 3 വ്യക്തിയെ കണ്ടു. സ്തുതിക്കുന്നതിൻ്റെ നേരെ വെല്ലുവിളി ഉയർത്തുന്ന 3 ശക്തി. അതുപോലെ തന്നെ 2 ദിനവൃത്താന്ത പുസ്തകം 20:1 വായിക്കുമ്പോൾ അതിന് ശേഷം മൊവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയ്യൂന്യരിൽ ചിലരും
യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ഇവിടെയും 3 ശക്തി യഹൂദയ്ക്ക് നേരെ, യഹൂദ ജനത്തിൻ്റെ അന്നത്തെ തലവനായ രാജാവായ യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ഒരു മേഖലയിൽ അറ്റാക്ക് വന്നാൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കാം. 2 മേഖലയിൽ വന്നാലും കുഴപ്പമില്ല. 3 മേഖലയിൽ ഒരുപോലെ അറ്റാക്കിന് വരുന്നത്. യെശയ്യാപ്രവചന പുസ്തകം 7:5-6 നമ്മൾ കണ്ട അവിടെയും 3 ശക്തിയെ വെളിപ്പെടുത്തി, 3 വ്യക്തിയെ വെളിപ്പെടുത്തി. ഇവിടെ 3 ശക്തിയെ വെളിപ്പെടുകയാണ്. മൊബാബിയർ, അമ്മോന്യർ, മെയ്യൂനിച്ചൽ, ഇവർ 3 സ്ഥലത്ത് നിന്ന് വന്ന് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ആമേൻ, ഏത് രാജാവാണെങ്കിലും ഒന്ന് പേടിച്ചു പോകും. ഏത് രാജാവാണെന്ന് പതറിപ്പോകും. ആമേൻ, താനും ഒന്ന് പതറി, താനും ഒന്ന് പേടിച്ചു. എന്നാൽ തനിക്കൊരു കാര്യം മനസ്സിലായി, താൻ യഹൂദ ജനത്തിൻ്റെ രാജാവാണെങ്കിലും സർവ്വലോകത്തിൻ്റെ രാജാതി രാജാവായ ഉന്നതനമീതെ ഒരു അത്യുന്നതനായ ദൈവം, ആമേ, രാജാതി രാജാവ് ഉന്നതങ്ങളിൽ വാഴുന്നത് കണ്ടപ്പോൾ യഹോശാഫാത്ത് രാജാവ് ഭയപ്പെട്ട് അവൻ യഹൂദിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തുവെന്ന് ആമേൻ 20:3 നമുക്ക് വായ്പണിയെ തീരുന്നുണ്ട്. ഇന്ന് പകൽ പ്രശ്നങ്ങളുടെ പരിഹാരം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ വിടുതൽ അനുഭവിച്ച ദൈവമക്കൾ ഇവിടെ ഉള്ളതിനാ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിന്നെ ഫേസ് ചെയ്യുന്ന പ്രതികൂലത്തിൻ്റെ ഒരു മേഖലയിലല്ല, പല മേഖലയിൽ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ കടന്നു വരുന്ന അന്ധകാര ശക്തിയുടെ മേൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കൂ, ഞാൻ നിന്നെ ശക്തീകരിക്കൂ. എൻ്റെ നീതിയുള്ള വലങ്കരം പിടിച്ച് ഞാൻ നിന്നെ താങ്ങുമെന്ന ആലോചന പറയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിലൂടെ ആരുടെയൊക്കെയോ ഉള്ളത്തെ പരിശുദ്ധാത്മാവ് ശക്തമായി വ്യാപരിപ്പിച്ച് ആത്മാവിന്റെ ദൂത് വെളിപ്പെട്ട് ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ച ശക്തിയോടെ കർത്താവിന്റെ ആലോചന പറയുന്നു. നീ ഭയപ്പെടണ്ട, നീ ഉറച്ചു നിൽക്ക്. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ഭയത്തിന്റെയോ ഭീരുത്വത്തിന്റെയോ ആത്മാവിനെ ശാസിച്ച് ദൈവത്തിന് സ്തോത്രം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തര ഞാൻ സകലത്തിലും മതിയായവ എന്ന് പറയത്തക്ക നിലയിൽ ഒരു ദൈവശക്തി ഈ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നു എന്ന് ഉറപ്പുള്ള ദൈവജനമേ, ഒരു മേഖലയിലല്ല 3 മേഖലയിൽ ഒരുമിച്ച് നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന അന്ധകാര ശക്തിയെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ ആത്മാവിനെ ശാസിച്ച് ജയമെടുക്ക് എന്ന് ഉറപ്പുള്ള ദൈവജനങ്ങൾ നിറഞ്ഞ മനസ്സോടെ കർത്താവിന്റെ സ്തോത്രം എത്തിരട്ടെ. അവർ യഹൂദിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. പ്രശ്നങ്ങളുടെ നടുവിൽ ഉപവാസം 3-ാമത്തെ വാക്യത്തിൽ 20:3 ഉപവാസം പ്രസിദ്ധം ചെയ്തു. എന്നാൽ അതിന് 13 വായിക്കുമ്പോൾ ഇത് പാസ്റ്ററുടെ വിഷയമല്ല, പാസ്റ്റർ മാത്രം ഉപവസിക്കട്ടെ. ഇത് ബോർഡ് മെമ്പേഴ്സിൻ്റെ വിഷയമല്ല, ബോർഡ് മെമ്പേഴ്സ് മാത്രം ഉപവസിക്കട്ടെ. ഇത് ആ കുടുംബത്തിന് മാത്രം പ്രശ്നമുള്ള അവർ മാത്രം ഉപവസിക്കട്ടെ. അങ്ങനല്ല അവർ ചിന്തിച്ചത്. ഒരു വിഷയം വന്നപ്പോൾ അത് മൊത്തം സഭ ഏറ്റെടുത്തു. അവിടെ ദൈവത്തിൻ്റെ സ്തോത്രം, യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങൾ, ഭാര്യമാർ, മക്കളുടെ കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സ്തോത്ര സന്ധ്യാപ്രാർത്ഥനയിൽ നിന്റെ കുടുംബത്തിൽ പിതാവും മാതാവും മക്കളും മരുമക്കളും ഒരുമിച്ച് കൂടി സ്തോത്രം പറയുന്ന കുടുംബങ്ങൾ ഒന്ന് കരങ്ങളടിക്കുന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവെ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, എത്ര ബിസി സ്കെഡ്യൂളിലോ ഈ രാജ്യത്ത് ഞാനാണെങ്കിലോ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം എന്ന് പറയത്തക്ക നിലയിൽ അമേരിക്കൻ ഐക്യനാടി വന്നു. അത് ഞാൻ അഹങ്കരിക്കുന്നില്ല. ഇവിടം വരെ കൊണ്ടെത്തിക്കുക ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്ന് പറയത്തക്ക നിലയിൽ ഇവിടം വരെ കൊണ്ടെത്തിച്ച പൊന്നപ്പച്ച നിന്റെ പാതാതിക ഞങ്ങളുടെ സകല തിരക്കും മാറ്റി വെച്ച് സന്ധ്യായാമത്ത് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ പരാജയപ്പെടുത്തുക ഈ ഫിലദൽഫിയയിലല്ല, ഈ രാജ്യത്തിലല്ല, ഈ സർവ്വലോകത്തെ ഒരു അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ അവൻ കരങ്ങളടിച്ച് സ്തോത്രം പ്രാർത്ഥിച്ചു പറ. അവൻ ഒരു മേഖലയിലല്ല, പല മേഖലയെ നിന്നെ അറ്റാക്ക് ചെയ്യുക, നിന്റെ തലമുറ അറ്റാക്ക് ചെയ്യുക, നിന്റെ ആത്മീയ ജീവിതത്തിനെതിരെ, ദൈവസഭയുടെ കൂട്ടായ്മയ്ക്കെതിരെ നിന്നെ വിഷമിപ്പിക്കുന്ന മതില് ഇടിച്ചു തകർക്കാൻ ശ്രമിക്കുന്ന സകല പൈശാചിക വ്യാപാര ശക്തികൾ കുടുംബ പ്രാർത്ഥനയിൽ, വിശുദ്ധാരാധനയിൽ, ഉപവാസ പ്രാർത്ഥനയിൽ കെട്ടുകളെ പൊട്ടിക്കുന്ന സ്വർഗീയ തീ അഭിഷേകത്തിന്റെ സാന്നിധ്യം പെയ്തിറക്കുന്ന ദൈവ കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താജയോ യഹോശാഫാത്ത് രാജാവേ, നിന്റെ രാജപദവിയിൽ നീ അഹങ്കരിക്കാതെ കിരീടങ്ങൾ താഴെയിട്ട് നെടുമ്പാട് വീണ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഉപവസിച്ചപ്പോൾ രാജാതിരാജാവിന്റെ തേജസ് വെളിപ്പെട്ടു, കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ആ ദൂത് കഴിഞ്ഞപ്പോൾ 15-ാമത്തെ വാക്യത്തെ ദൂത് വെളിപ്പെട്ട് വരിക. ഒരു ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ വലിയ സമൂഹം നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്.
ഭ്രമിക്കുകയും അരുത്. നമുക്കെല്ലാവർക്കും മനപ്പാടുന്ന കാര്യമാണ്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെത്. പറയാൻ വളരെ ഈസിയാണ്. പക്ഷെ ഒരുമിച്ച് ആത്മാവിൽ കുടുംബമായി പ്രാർത്ഥിക്കുന്നവനെ ചങ്കി കൈവച്ച് പറയാൻ ഉള്ള അഭിഷേകം ഇന്ന് പകൽ വെളിപ്പെട്ട് വരത്തുള്ളൂ. ഇന്ന് നിന്നെ അറ്റാക്ക് ചെയ്യുന്ന ശക്തിക്കെതിരെ സ്തോത്രം തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇന്ന് പ്രശ്നം എൻ്റേതല്ല, വിഷയം എൻ്റേതല്ല. എനിക്ക് മുമ്പാകെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പറ, ഞാൻ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലവും അതെൻ്റേതല്ല. എന്നെ ജനിപ്പിച്ച് ഇവിടം വരെ കൊണ്ടെത്തിച്ച എൻ്റെ ദൈവത്തിൻ്റേത് എത്രേ എന്ന് വിശ്വസിക്കുന്ന ദൈവജന സ്തോത്രം, ഈ പടയിൽ പൊരുതുവാൻ നിനക്ക് ആവശ്യമില്ല. ഓ ജീസസ്, ഈ പടയിൽ പൊരുതുവാൻ നിനക്ക് ആവശ്യമില്ല എന്ന് പ്രവചനാത്മാവിൽ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ദൂത് ശക്തമായി ആരോടൊക്കെയോ അഭിഷിക്തര ദൈവസഭയ്ക്ക് സ്തോത്രം വിരോധമായി നിൽക്കുന്ന വിഷമിപ്പിക്കുന്ന ചില പോർക്കളത്തിൻ്റെ മതിലിനെ സ്തോത്രം ഇടിച്ച് നശിപ്പിച്ച് ചില ഗൂഢപദ്ധതികൾ ഒരുക്കുന്ന ശത്രുവിൻ്റെ തീയമ്പുകളെ കത്തിക്കരിപ്പാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവസഭയിലെ കുടുംബങ്ങളിൽ വ്യക്തിമണ്ഡലത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കട്ടെ എന്ന് എത്ര പേർക്ക് ആത്മനിർവ്വോടെ സ്തോത്രം പറയണയായി. പ്രശ്നം നിന്റേതല്ല, വിഷയം നിന്റേതല്ല, യുദ്ധം നിന്റേതല്ല. ഈ പടയിൽ പൊരുതുക നിനക്ക് ആവശ്യമില്ല. നീ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന നിന്റെ പ്രാണപ്രിയനായ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കരങ്ങളിലാ നിന്റെ കുടുംബം, നിന്റെ സഭ, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ ജീവിതം. ഈ ഉറപ്പുള്ളവർ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ചു പറ, അവനറിയാതെ എൻ്റെ തലമുടി നാടിട പോലെ കൊഴിയുന്നില്ല കർത്താവേ. ഞാൻ അവൻ്റെ എൻ്റെ ഉള്ളംകരങ്ങളെ വഹിക്കുന്നത് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവ് യേശു അപ്പൻ്റെ കരങ്ങളെ തന്നെയാ എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭാവി. അതുകൊണ്ട് ഈ വർഷാവസാന ഞായറാഴ്ച ഞാൻ നിറഞ്ഞ മനസ്സോടെ സ്തോത്രത്തെ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ നിറഞ്ഞ് തുളുമ്പുകയാണ്. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എൻ്റെ ജീവിതം ഇന്ന് നിറയപ്പെടുകയാണ്. എന്നെ ഉള്ളംകരങ്ങളെ വഹിക്കുന്നവന്റെ സാന്നിധ്യം ഞാൻ ആത്മാവിൽ കണ്ട് സ്തോത്രം പറയുകയാണ്. യുദ്ധം യഹോവയുടേതാണ് എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ 20 നമ്മളത് കണ്ടു, 15 നമ്മളത് കണ്ടുവെങ്കിലും 22 കൂടി ചേർന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണെങ്കിൽ ചേർന്ന് പറഞ്ഞാൽ അത് തീരത്തുള്ളൂ. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ, യഹൂദ എന്ന പദത്തിൻ്റെ അർത്ഥം സ്തുതിയാണെങ്കിൽ, സ്തുതി എന്ന പേരുള്ളവൻ ആ പേരിന് അന്വർത്ഥമാക്കി ജീവിച്ചാൽ വിടുതൽ നിന്റെ കരങ്ങളിൽ തന്നെയാണ്. മനസ്സിലായവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിന്നെ സ്തുതിപ്പാനാ ദൈവം വിളിച്ചതെങ്കിൽ, സ്തുതിയുടെ അപരനാമം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്നായി തീരട്ടെ. നീ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുക. പെന്തക്കോസുകാരനായി നീ വിളിക്കപ്പെട്ടുവെങ്കിൽ നീ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ആത്മാവിൽ ആരാധിപ്പാനാ നീ വിളിക്കപ്പെട്ടതെങ്കിൽ നീ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. എൻ്റെ പേര് സ്തുതി എന്നാണെങ്കിൽ ഞാൻ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയപ്പെടാത്ത മേഖലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വ്യാപരിക്കുമ്പോൾ ശത്രുവിൻ്റെ സകല തീയമ്പുകൾ കത്തിക്കരിഞ്ഞ് അവരെ ചാമ്പലാക്കി അവരുടെ ഒറ്റ നടുവിൽ അവൻ ജയാളിയായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അവൻ അഭിഷേക ശക്തിയാൽ നിന്നെ അവൻ ജയത്തോടെ നടത്തി അവിടെ തോൽക്കുമാറാക്കുന്ന ദൈവ സാന്നിധ്യം നമുക്ക് കാണുവാനിടയായിത്തീരും. ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പൈതങ്ങളാണെങ്കിലും മുതിർന്നവർ പാടി സ്തുതിക്കുമ്പോൾ ഡെലിവറൻസ് ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എത്ര പേരുടെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവിലെ തീ ആളിക്കത്തുന്നുണ്ട്. ദൈവജനം പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, അവർ അന്യഭാഷ പറയുന്ന നല്ല വിഷയം, അവർ കൈയടിക്കുന്ന നല്ല വിഷയം, അവർ പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിനോട് ചേർന്ന് പാടി ആത്മതലത്തിൽ സ്തോത്രത്തിൽ സ്തുതിയിലും നിറഞ്ഞ് ജീവനുള്ള ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർദ്ധരാത്രി പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലക്കെട്ടുകൾ പൊട്ടി, കാരാഗ്രഹത്തിൻ്റെ വാതിലുകളൊക്കെ തുറന്നു വന്നത് ഒരു കെട്ടുകഥയല്ലെന്ന് വിശ്വസിപ്പാൻ എത്ര പേരിൽ ഇതുപോലെ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. കൂട്ടാളികൾ അവർ പാടി സ്തുതിച്ചപ്പോൾ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ ശക്തികളൊക്കെ തോറ്റ് പിന്മാറി. കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസും ശീലാസും പാടി സ്തുതിച്ചപ്പോൾ ചങ്ങലക്കെട്ടുകൾ പൊട്ടി വഴുതി മാറി. ഇന്ന് പോലെ ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവമക്കൾ ഒട്ടും പുറകോട്ട് പോകല്ലേ. ചുമ്മാ ഇരിക്കുമ്പോഴും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കണം. ചർച്ചിനകത്ത് മാത്രമല്ല, പ്രശ്നങ്ങൾ വരുമ്പോഴും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കണം. പണ്ടൊരു ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കി ഭർത്താവ് പാട്ടും പാടി അങ്ങ് പോയി.
മുമ്പേ പാസ്റ്റർ പറഞ്ഞാൽ ഏത് വീട്ടിലെ വടക്കില്ലാത്തത് പറഞ്ഞ പോലെ. അപ്പോൾ ചോദിച്ചോ, ഞാൻ പാടി സ്തുതിച്ചുമ്പോൾ കെട്ടെല്ലാം പൊട്ടുമെന്ന് പറഞ്ഞു. സത്യം, ഒരൊറ്റമൂല്യ. കാരണം വെച്ചാൽ വടക്കുണ്ടാകുമ്പോൾ നേരെ നിന്ന് വീണ്ടും സംസാരിക്കുമ്പോഴല്ലേ വാഗ്വാദം കൂടുന്നു. ആ സമയത്ത് പാട്ട് പാടി അങ്ങ് പോയ പ്രശ്നമില്ലല്ലോ, പുള്ളി ജയിച്ചു എന്ന് പറഞ്ഞ പോലെ. ദൈവത്തിന് സ്തോത്രം. പ്രശ്നം വരെ രണ്ടുപേരും ഒരുമിച്ച് കിടന്ന് കോർക്കാൻ പോകുമ്പോഴാണ് വിഷയം കൂടുന്നത്. അതിനുമ്പോൾ പാട്ടും പാടി അങ്ങ് പോയാൽ പാട്ടും പാടി അതൊരു പ്രത്യേക ഒരു അഭിഷേകമാണ്, എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ വിഷയം അതല്ല. അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. യഹൂദയ്ക്ക് നേരെ ഏത് ശക്തി വെല്ലുവിളിച്ചാലും അവരൊക്കെ പരാജയപ്പെട്ടു പോകും. കാരണം എന്നറിയോ, ഇവിടെ ദൈവദാസൻ രണ്ടൊന്ന് ഭാര്യമാരുടെ പേര് പറഞ്ഞു. ചിലതിനൊന്നും പേരില്ല. ലോത്തിൻ്റെ ഭാര്യ പേരില്ല, ചിലരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഈ ദൈവദാസൻ പ്രസംഗിക്കുന്നില്ല, ആര് പ്രസംഗിച്ചാൽ ഞാൻ മൊത്തം റിവൈൻഡ് ചെയ്ത് കേൾക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഓർപ്പിച്ച് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പല പീലാത്തോസിൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു, ഇയ്യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു, ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെ പലരെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലൊരു ഭാര്യ ഓർമ്മ വന്നു. എന്നാണെന്നറിയോ, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞാനിവിടെ ഓൾനെറ്റ് പറഞ്ഞ് സംസാരിച്ചൊരു വിഷയത്തിന് ഹാമാൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഹാമാൻ്റെ ഭാര്യ ഒരു ദൂത് പറഞ്ഞു, അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ദൂത് പറയുന്ന ഭാര്യമാർ വീട്ടിൽ വേണം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ്റെ നേരെ വിരൽ ചൂണ്ടിയാൽ നീ പരാജയപ്പെടുത്തിയുള്ളൂ. ആരാധിക്കുന്നവൻ്റെ ഉപവസിക്കുന്നതിൻ്റെ കണ്ണുനീരൊഴുക്കുന്നതിൻ്റെ മേലെ നീ വിരൽ ചൂണ്ടിയാൽ ഇത് നിനക്ക് ഗുണമായി തീരത്തില്ലെന്ന് ഹാമാൻ്റെ ഭാര്യ ദൂത് പറഞ്ഞു. ഇന്ന് പകൽ ഇങ്ങനെ ദൂത് പറഞ്ഞ ഭാര്യമാരുള്ള കുടുംബങ്ങൾ കര ഉയർത്താൻ ഞാൻ പറയുന്നില്ല, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നാട്ടിലൊക്കെ ആണെങ്കിൽ ചില വീട്ടിലൊക്കെ ഉണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, ഈ എരിവ് കയറ്റി കൊടുക്കുന്ന ചില ഭാര്യമാരാണ്. ഇങ്ങനൊരു ആണത്വമില്ല, ഇങ്ങനൊരു ഘടകത്തില്ല. ഇന്ന് ആ പാസ്റ്റർ മനഃപൂർവ്വം കുത്തി പറഞ്ഞത് തന്നെയാണ്. പുള്ളി പറഞ്ഞ വായെടുത്ത് നിങ്ങളോടുള്ള കുത്തിപ്പറസല്ല, നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എരിവ് കയറ്റും. അടുത്ത ബോർഡ് മീറ്റിംഗ് ശരിക്കും പറയണം, അല്ലെ പാസ്റ്റർ കണ്ടു പറയണം, വീട്ടിൽ പോകുമ്പോൾ പറയണം. ഈ പാവം പിടിച്ചവൻ ദൈവത്തിന് ഭാര്യയുടെ മുമ്പിൽ പിന്നെ വില കളയാതിരിക്കാനായിട്ട് എന്ത് ചെയ്യും? വാശിയെടുത്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ അവൻ്റെ കുടുംബത്തെ ചിതറിക്കുന്ന പിശാചിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവള് ഹാമാൻ്റെ ഭാര്യ നല്ല ഗുണവിശേഷമുള്ള സ്ത്രീയാണ്. അവൾ ദൂത് പറഞ്ഞു, അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. ഇന്ന് വരെയുള്ള ഹിസ്റ്ററി പഠിച്ചാൽ, ഞാനിപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല, സമയം പോവുക. ഇന്ന് വരെയുള്ള ഹിസ്റ്ററി പഠിച്ചാൽ യഹൂദനെ ജയിച്ച ഒരുത്തനുമില്ല. ഇന്നും നമ്മുടെ മുമ്പിൽ ഹിസ്റ്ററി, കൺമുമ്പിൽ ഹിസ്റ്ററി എന്ന് പറയുക, ഹിസ്റ്ററി എന്ന പാസ്റ്റ പ്രസൻറ്റ് ടൈമിൽ തന്നെ നമുക്കറിയാം യഹൂദൻ്റെ നേരെ വിരതി കൊണ്ടുന്ന ഒരുത്തനും ജയിച്ചിട്ടില്ല. യഹൂദനാ ജയം. അങ്ങനെ ഇന്ന് നെഞ്ചി കൈവച്ച് പറ, ഞാൻ ആമേ സ്തോത്ര ആത്മീയ യഹൂദനാണ്, ആത്മാവിൽ ആരാധിക്കുന്നവനാ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനാ. യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഈ പ്രാർത്ഥനാലയത്തിലുണ്ട്. നീ യഹൂദനാണെങ്കിൽ അവൻ നിന്നെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, ദാവീദിന്റെ അവൻ ഗോത്രത്തിൽ ദാവീദിന്റെ വേരായവൻ, ദാവീദിന്റെ കൊമ്പായവൻ, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇന്ന് പകൽ രാജാവ് കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവന്റെ രക്തം എൻ്റെ ശരീരത്തിൽ ഒഴുകുന്നുണ്ട്. യേശുവിന്റെ രക്തത്താജയോ, യേശുവിന്റെ രക്തത്താജയോ. എത്ര പേർക്ക് ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു പറയണോ, ക്രൂശിലെ രക്തം എൻ്റെ ശരീരത്തിൽ ഒഴുകുന്നുണ്ട്. ആമേ, എൻ്റെ അപ്പൻ്റെ പാരമ്പര്യം, എൻ്റെ പിതൃ പാരമ്പര്യം, അപ്പൻ്റെ ചോര എൻ്റെ ശരീരത്തിൽ ഒഴുകുന്നുണ്ട്. ആമേൻ. എന്നെ തകർക്കുവാനും മുടിക്കുവാനും ഒതുക്കുവാനും ദുഷ്ടപിശാച് നീ ശ്രമിക്കുമ്പോൾ നീ ഒരു കാര്യം മറക്കല്ല, അപ്പൻ്റെ ചോര എൻ്റെ ശരീരത്തിലുണ്ട്. ഉള്ളങ്കാലും ഉച്ചി വരെയോ ക്രൂശിലെ രക്തം ഇന്ന് പോലെ തളിക്കപ്പെട്ട ദൈവജന ആത്മാവിലൊന്ന് സ്തോത്രം പറ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ രക്തത്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, ഒരർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഇയ്യോബിന്റെ ഭവനത്തിലെ സകലത്തെ വേലി കെട്ടി കാവൽ ചെയ്തതുപോലെ അല്ല, യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ. കട്ടടപ്പടിമേ കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ടവർക്ക് സംഘാരദൂതന്റെ മോചനമുണ്ടെങ്കിൽ ലോകത്തിന്റെ പാപഭാര ചുമക്കുന്ന ദൈവ കുഞ്ഞാടായി പിറന്നു വീണവൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് താണലോകത്തിൽ കടന്നു വന്ന് കാലിത്തൊഴുത്തി പിറന്ന് കാൽവരി ക്രൂശി പരമയകമ തീർന്ന് മൂന്നാണികളുടെ മേൽ തറയ്ക്കപ്പെട്ട അവസാനത്തിൽ രക്തം വരെ മൂറ്റി തന്ന് നിനക്ക് എനിക്ക് വേണ്ടി പ്രാണനെ വിട്ടവന്റെ ചങ്കിലെ ചോര അവസാനത്തിൽ രക്തം വരെ മൂറ്റി തന്ന് ആമ നിത്യ ദൈവത്തിന്റെ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവൻ വെടിഞ്ഞവന്റെ ആമ സ്വർഗീയ ശക്തേനയ മഹത്വത്തിൽ തേജസ്സിൽ ഇതുവരെ കഴുകപ്പെട്ട ദൈവജനമേ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമത്. ഉറപ്പുള്ളവർ അറിഞ്ഞുമറിയാതെയോ ഈ 2024 വന്ന പാപത്തിന്റെ കറകൾ എന്റെ ജീവിതത്തിൽ നിന്ന് കഴുകി ശുദ്ധീകരിപ്പ യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. എന്റെ വായിലെ
വാക്ക് എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ അങ്ങേക്ക് പ്രസാദകരമായി തീരണമേ. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ കല്ലുപോലെ ഹൃദയങ്ങൾ മെഴുകുപോലെ ഉരുകട്ടെ എന്ന് ഇതാ ഞാൻ പുതിയൊരു ഹൃദയവും പുതിയൊരു ആത്മാവിനെ നിനക്ക് തരുമെന്ന് പരിശുദ്ധ ദൂതന്റെ ഭാഷയെ ദൈവദാസനെ കൂടി പറഞ്ഞ ആലോചന ഏറ്റെടുത്ത് ഒരു പുത്തൻ ഹൃദയവുമായി ഒരു പുതിയ മനസ്സുമായി ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അത് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവരായി നാം മുൻപോട്ട് പോയാൽ യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇന്നിപ്പോൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. 5 മിനിറ്റ് എൻ്റെ മുമ്പിലുണ്ട്. അതിന് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വന്ന് ഞാൻ ഒന്ന് തൊട്ടങ്ങിയിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ചിന്തിച്ച വിഷയം ഇതാണ്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കത്തില്ല, കുരുവായ്ക്ക് മറക്കല്ല, അത് നടക്കത്തില്ല, സാധിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. പിശാചിൻ്റെ ഒരു പദ്ധതി നടക്കാൻ പോകുന്നില്ല. അവൻ എന്തെങ്കിലും കളിച്ചോട്ടെ, അലറുന്ന സിംഹമെന്ന വണ്ണ് കടന്നു വരട്ടെ. യഹൂദ ഗോത്രത്തിലെ സിംഹമായവനിവിടെ ഉണ്ട്. അവൻ്റെ ഒരു പദ്ധതി നടക്കത്തില്ല. അപ്പോൾ അവൻ പറയുന്നത് നടക്കത്തില്ല, സാധിക്കത്തില്ല, അല്ലേ? സാധിക്കത്തില്ല. അപ്പോൾ നമ്മളിത് ഈ സൺഡേ ആരാധന കഴിഞ്ഞിട്ട് എല്ലാ ദിവസമാണ് പിശാചേ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും സാധിക്കാനും പോകുന്നില്ല. നിൻ്റെ ഒരു പദ്ധതി നടക്കത്തില്ല, സാധിക്കത്തില്ല. പിന്നെ എന്തോ നടക്കുമല്ലോ, എന്തോ സാധിക്കും. അതോടെ പറഞ്ഞ് നിർത്താം. ഇയ്യോബിൻ്റെ പുസ്തകം 22:28, ജോബ് ചാപ്റ്റർ 22 verse 28. നീ ഒരു കാര്യം നിരൂപിക്കും, പിശാചിൻ്റെ പദ്ധതി ഒന്നും സാധിക്കത്തില്ല. ഈ വചനം കരങ്ങളിൽ എടുത്തവരൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞേ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. വേദപുസ്തകമുള്ളവർ തുറന്നിട്ട് ഈ വചനഭാഗത്തേക്കൊന്ന് കരവൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് പറ. പിശാച് നിന്റെ പദ്ധതി ഒന്നും നടക്കത്തില്ല, സാധിക്കത്തില്ല എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവഭക്ത, നിന്നോട് ദൈവാത്മാ പറയുന്നു, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. 24 നടക്കാതെ പോയത്, സാധിക്കാതെ പോയത് 3-4 ദിവസത്തിനുള്ളിൽ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചൊരു ദൂത് പറയട്ടെ. നീ ഒരു കാര്യം നിരൂപിക്കൂ, അത് നിനക്ക് സാധിക്കൂ. നിന്റെ സ്തോത്രം വഴികളിൽ വെളിച്ചം പ്രകാശിക്കൂ. 2025 ആയുസ്സോടെ ആരോഗ്യത്തോടെ എൻ്റെ കർത്താവ് നിനക്ക് നൽകി തന്നാൽ അവൻ എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളെയോ എൻ്റെ സ്വർഗം അറുത്തു മാറ്റി നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിപ്പിക്കുന്നവർ. നീ ഒരു കാര്യം നിരൂപിക്കൂ, അത് നിനക്ക് സാധിക്കൂ. നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ ജീവിതത്തെക്കുറിച്ച്, നിന്റെ ജോലിയെക്കുറിച്ച്, നിന്റെ ആരോഗ്യത്തെക്കുറിച്ച്, നിന്റെ സഭയെക്കുറിച്ച് നീ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് നിനക്ക് സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തിയോടെ പെയ്തിറങ്ങി ഈ ദൂത് വെളിപ്പെടുത്തുമ്പോൾ അവൻ കരങ്ങൾ ചേർത്ത് വചനത്തോടെ ചേർന്ന് കരങ്ങൾ അടിച്ച് ആത്മാവിന്റെ ദൈവിക സ്തുതിയോടെ അവൻ ദുഷ്ടന്റെ ആലോചന തകർത്ത് അവന്റെ പദ്ധതികളെ പൊളിച്ച് നീ ഒരു കാര്യം നിരൂപിക്കൂ, അത് നിനക്ക് സാധിക്കൂ. യേശുവിന്റെ നാമത്തിൽ ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനോ അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനോ ഇന്ന് യേശുവിന്റെ രക്തത്താൽ ഞാൻ ആരാധനാലയത്തിൽ വരുന്നത്, ഞാൻ പ്രാർത്ഥിപ്പാൻ വരുന്നത് പല കാര്യങ്ങൾ അന്വേഷിപ്പാനല്ല, മറ്റുള്ളവർ ഇടത്തും വലത്തും ഇരിക്കുന്നവന്റെ സ്വഭാവ ഗുണങ്ങൾ തിരക്കാനല്ല, അവന്റെ ജീവിതത്തിലെ വിഷയങ്ങൾ അന്വേഷിപ്പാനല്ല. ഞാൻ ഒരു കാര്യം അന്വേഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം എനിക്ക് കാണണം. ഈ പ്രാർത്ഥനാലയത്തെ കർത്താവേ, 10,000 സുന്ദരനായ പരിശുദ്ധനായ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശ് പരമയാഗമായി തീർന്നവനായ എൻ്റെ പൊന്നു തമ്പുരാന്റെ സാന്നിധ്യം നുകരുവാൻ യേശുവിന്റെ രക്തത്താജയോ ആരാധനാലയത്തെ വന്നത് ആരാധിപ്പാനാണ്, പ്രാർത്ഥനാലയത്തെ വന്നത് പ്രാർത്ഥിപ്പാനാണ്, കർത്താവിന്റെ തിരുമുഖം അന്വേഷിപ്പാനാണ്. ആത്മാവ് തെളിവായി വിവേചിക്കുന്ന ദൂതിന്റെ നടുവിൽ നിന്റെ ഇടത്തിരിക്കുന്നവൻ ആരാധിക്കുന്നുവോ, നിന്റെ വലത്തിരിക്കുന്നവൻ ആരാധിക്കുന്നുവോ, അവന്റെ കുറവുകളെന്ത്, അവന്റെ കുറ്റങ്ങളെന്ത്, ഇത് അന്വേഷിപ്പാനല്ല. ഞാൻ ഒരു കാര്യം അന്വേഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്തെ കാണുക. 10,000 സുന്ദരനായ എൻ്റെ വീണ്ടെടുപ്പുകാരനായ എൻ്റെ രക്ഷിതാവായ എൻ്റെ പാറയായ എൻ്റെ കോട്ടയായ എൻ്റെ പരിചയായ എൻ്റെ സങ്കേതമായ എൻ്റെ യേശുവിന്റെ പൊന്നുമുഖം എനിക്ക് കാണണോ. യേശുവിന്റെ രക്തത്താജയോ ഓ അധികാരമുള്ള യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഈ പ്രാർത്ഥനാലയത്തെ വ്യക്തമായി വെളിപ്പെട്ട് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ അവൻ രോഗക്കിടക്കെ മാറ്റിവിരിക്കുന്നവൻ, അന്ധകാര ശക്തിയെ മാറ്റിവിരിക്കുന്നവൻ, പൈശാചിക രോഗങ്ങളെ പൊട്ടിക്കുന്നവൻ. ഹല്ലേലൂയ.
ഒരു മേഖലയിലല്ല, 3 മേഖല നിനക്കെതിരെ അറ്റാക്ക്. നിന്നെ ആത്മീകമായി മുൻപോട്ട് വിടാതെ, നിന്നെ ഭൗമികമായി മുൻപോട്ട് വിടാതെ, നിന്നെ ശാരീരികമായി മുൻപോട്ട് വിടാതെ പോരടിക്കുന്ന പോരുകളുടെ നടുവിൽ ദേഹം, ദേഹി, ആത്മാവ് ഇതൊക്കെ നിന്റെ കൂടാരത്തിന്റെ ശരീരത്തെ ഉണ്ടെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിനക്ക് ജയം പകരുന്നൊരു ദൈവശക്തി. ആത്മാവിലൊന്ന് മുന്നേറാൻ കൊതിക്കുമ്പോൾ നിന്നെ സാമ്പത്തികമായി പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. സാമ്പത്തികമായി നീ മുന്നേറുമ്പോൾ ആത്മീകമായി നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നു. ആത്മീകത്തിലും ഭൗമികത്തിലും നീ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ രോഗപീഠയിട്ട് നിന്നെ തളർത്തുവാൻ ശ്രമിക്കുന്നു. ഇന്ന് പകൽ ഒരു മേഖലയല്ല, 3 മേഖലയിൽ അറ്റാക്ക് അനുഭവിക്കുന്ന ജീവിതത്തിന്മേൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവദാസമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കെട്ടുകൾ പൊട്ടട്ടെ. സ്തുതിക്കുന്നവനെ പരാജയപ്പെടുത്തുക, ആരാധിക്കുന്നവനെ പരാജയപ്പെടുത്തുക, അഭിഷേകത്തിന്റെ സാന്നിധ്യത്തെ നിറഞ്ഞ് ജീവ ദൈവത്തെ മഹത്വീകരിക്കുന്നവരെ അവൻ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ കൂട്ടായ്മയ്ക്ക് വിരോധമായി നിന്നെ വിഷമിപ്പിക്കുന്ന എല്ലാ പ്രതികൂലത്തിന്റെ മതിലുകളും യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. നെഹമ്യാവേ, നിന്നെ തെരഞ്ഞെടുത്തത് മതില് പൊളിക്കുവാനല്ല, ഇടിഞ്ഞു കിടക്കുന്ന മതിലിനെ പുതുക്കി പണിയുവാൻ. നാം ഇനി നിന്നോ പത്രമായിരിക്കാതെ കൊണ്ട് യെരൂശലേമിന്റെ മതില് പണിയുക. ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിഷമിപ്പിച്ച മതില് പൊളിക്കുന്ന അന്ധകാര ശക്തികൾ അഴിയട്ടെ. ആമേ. നിന്ന വിഷയമായിരിക്കുന്ന യെരൂശലേമിന്റെ മതില് പുതുക്കി പണിയുവാൻ നെഹമ്യാവുമാരെ കർത്താവ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നു. ദൈവസഭയുടെ ദൂത് ആത്മാവിലുള്ള സ്തോത്രം പറയുവാൻ. ഇത്രത്തോളം സമയം കർത്താവിന്റെ ദാസനും ദൈവസഭയ്ക്കും ആത്മാർത്ഥ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് ദൈവസ്ഥനെ ഇരിക്കുന്നു.